വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ ഓർക്കിഡ് റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. ഓർക്കിഡ് റോസ് മാത്രമല്ല, ഒത്തിരി പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട റോസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഓർക്കിഡ് റോസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു സെമി ക്ലൈംബർ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നല്ലതുപോലെ ബ്ലൂമിങ് ആവുന്നതാണ് കേട്ടോ. അതെ, അടുത്തത് മറ്റൊരു പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. മറ്റൊരു പ്ലാന്റ് സെയിം തന്നെയാണ്, ഓർക്കിഡ് റോസ് തന്നെയാണ്. അത് വേറൊരു മദർ പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് കളറിലും ഇത് ഫ്ലവറിങ്. ആദ്യം കാണിച്ചതൊരു ബേബി പിങ്കും ഇത് ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറുമാണ്. അപ്പോൾ രണ്ട് ഷെയ്ഡിലും ഇത് ഫ്ലവറിങ് ആവാറുണ്ട്. ചില സമയത്ത് വൈറ്റ് ആയിട്ടൊക്കെ ചില പൂക്കൾ വൈറ്റ് ഷെയ്ഡിലൊക്കെ വരാറുണ്ട് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ്, ഓൺ റൂട്ടഡ് ആണ്, നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ തൈകളാക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കമ്പ് വെച്ചാൽ നിങ്ങൾക്കും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, നാടൻ ബഡ്ഡിങ് അല്ല, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. അപ്പോൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലും മെസ്സേജ് ഇടുക. അതുമാത്രമല്ല, അടുത്തതായിട്ട് സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ് കേട്ടോ. ബ്രിട്ടീഷ് ക്യൂൻ്റെതായാലും ഇതാണ് ബ്രിട്ടീഷ് ക്യൂന്. ബ്രിട്ടീഷ് ക്യൂൻ്റെ വെറും 10 തൈകൾ മാത്രമേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതും ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് ബ്രിട്ടീഷ് ക്യൂൻ്റെത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അത് കാശ്മീരി റോസാണ്. കാശ്മീരി റോസ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തത്തില്ല. നമ്മുടെ ഗാർഡനിൽ ഇത് നിന്ന് കഴിഞ്ഞാൽ എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു കാശ്മീരി റോസ് എന്ന് പറയുന്നത്. അടിപൊളി വെറൈറ്റിയാണ്. നമ്മുടെ ഓൾമോസ്റ്റ് ആൾക്കാരുടെ ഗാർഡനിലും ഈ ഒരു പ്ലാൻ ഉണ്ടാവാം. കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു വെറൈറ്റി അല്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്നും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെയാണ്. എന്നും പൂക്കൾ തരും, ഒരു ദിവസം പോലും ഫ്ലവറിങ് ഇല്ലാണ്ട് ആ ഒരു പ്ലാന്റ് നിൽക്കത്തില്ല. അത്രമാത്രം ബ്ലൂമിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ് കാശ്മീരി റോസ് എന്ന് പറയുന്നത്. അതും നാടനാണ്. നമുക്ക് കമ്പ് വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാനും പറ്റും. അടിപൊളിയായിട്ടുള്ള കാശ്മീരി റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിനെ കുറിച്ചിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. അടിപൊളി വെറൈറ്റിയാണ്. മിനിയേച്ചർ ലീഫും അതേപോലെ തന്നെ മിനിയേച്ചർ പൂക്കളും ചെറുതായിട്ടുള്ള ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ഇത് ഓൺ റൂട്ടഡ് ആണ് കേട്ടോ. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ടുള്ളത് മാംഗോ യെല്ലോ ആണ്. മാംഗോ യെല്ലോനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. നല്ല അടിപൊളി മഞ്ഞ നിറത്തിൽ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇത് ഓൺ റൂട്ടഡ് അല്ല, നാടൻ ബഡ്ഡിങ് തൈകളാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെത് നാടൻ ബഡ്ഡിങ് തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വൈറ്റ് ഷെയ്ഡിലോട്ട് പൂക്കൾ കൺവെർട്ട് ആവൂട്ടാ. ഇങ്ങനെ കുട പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ള നല്ല എന്താ പറയുക, അടിപൊളിയായിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. യെല്ലോ ഷെയ്ഡിൽ വരുന്ന മാംഗോ യെല്ലോ ആണ് ഇതിൻ്റെ ID. ഇതിൻ്റെ നാടൻ ബഡ്ഡിങ് ചെയ്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ച റോസിൻ്റെ തന്നെയാണ്, വേറൊരു പ്ലാന്റിൽ ഉണ്ടായ ഫ്ലവറാണ് കേട്ടോ. ഇത് ഇങ്ങനെയായിരിക്കും, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, പക്ഷെ നിറയെ പൂക്കും കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. ഒരു ബ്രാഞ്ചിൽ തന്നെ 2ഉം 3ഉം ഒക്കെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ ഒത്തിരി ഭംഗിയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാവും ഫ്ലവറിങ് ആവുക. അടുത്തതായിട്ടുള്ളത് ഹെറോഗേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. വലിപ്പം പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട്. സാധാരണ ഫ്ലവറിനേക്കാളും ഒത്തിരി വലിപ്പമുണ്ട്. ഒരു യെല്ലോയും ഒരു റെഡ് ഷെയ്ഡും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതാണ്. ചിലപ്പോൾ ഇതിൽ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരാറുണ്ട്. യെല്ലോ റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് ഫ്ലവറിങ് ആവുന്നത്. അത്യാവശ്യം വലിയ പൂക്കളാണ്. ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ID വന്നിട്ട് ഹെറോഗേറ്റ് എന്നാണ്. ഓറഞ്ചും റെഡും കോമ്പിനേഷൻ, ഓറഞ്ചും ഒരു മാംഗോ യെല്ലോ എന്ന് പറയാൻ പറ്റും. മാമ്പഴ കളറെന്ന് പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഡീപ്പായിട്ടുള്ള യെല്ലോ അല്ല, ഒരു മാംഗോ ഷെല്ലല്ല, ഒരു ഓറഞ്ച് കൂടെ കലർന്നിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ.
മാമ്പഴ കളറെന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ള ആ ഒരു ഷെയ്ഡിലാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി തൈകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് സെൻറ്റഡ് റോസാണ് കേട്ടോ. ഇത് പെർഫ്യൂമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. നല്ല സ്മെല്ലാണ്, അപാര സുഗന്ധമാണ് കേട്ടോ, മൂക്കടിച്ച് പോകുന്ന സ്മെല്ലാണ് ഈ ഒരു റോസിനുള്ളത്. ഇതിൻ്റെയും നമുക്ക് ഓൺ റൂട്ടഡ് തൈകളല്ല, നാടൻ ബഡ് ചെയ്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത്. നമ്മുടെ പനിനീർ റോസിൻ്റെ കൂട്ട് തന്നെയാണ്, അത്രയ്ക്ക് മണമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു റെഡ് ക്രീപ്പറാണ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റെഡ് ക്രീപ്പറിൻ്റെ തൈകളാണ് കേട്ടോ, അത്യാവശ്യം വലിയ പൂക്കളാണ്. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് സെൻറ്റിമെൻ്റൽ ക്രീപ്പർ, മിനിയേച്ചർ സെൻറ്റിമെൻ്റൽ ക്രീപ്പറാണ് കേട്ടോ. വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ വരുന്നതാണ്. നിറയെ നമ്മുടെ ഓർക്കിഡ് റോസ് പോലെ തന്നെ നിറയെ പൂക്കൾ തരും, ഇങ്ങനെ നീണ്ടു വന്നിട്ട് നിറച്ചു പൂത്ത് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇനിയും ഇതിൽ 2-3 മൊട്ട് ഫ്ലവറിങ് ആവാനായിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണിതും. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് റോസാണ്. ആപ്രിക്കോട്ട് റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിരിയത്തില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിരിയാണ്ട് ഇങ്ങനെ പകുതി വിരിഞ്ഞതുപോലെയൊക്കെ നിൽക്കുക, ചിലപ്പോൾ മൊട്ടായിട്ട് തന്നെ നിന്നങ്ങ് കരിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ ആപ്രിക്കോട്ട് റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. നല്ലൊരു കളറാണ് കേട്ടോ, ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത്. ചില ഫ്ലവർ മാത്രമേ നല്ലതുപോലെ വിരിയുള്ളൂ. എപ്പോഴും കൂടുതലും ഇങ്ങനെ മൊട്ടുപോലെ നിൽക്കാറാണ്, അല്ലെങ്കിൽ പകുതി വിരിഞ്ഞ് നിൽക്കാറാണ് കേട്ടോ ഈ ഒരു റോസ്. അടുത്ത റോസ് താജ്മഹൽ അല്ല, തഞ്ചാവൂർ റോസാണ്. തഞ്ചാവൂർ റോസിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല, നാടൻ റോസാണ്. നമ്മുടെ നാട്ടിലെ പനിനീർ റോസും പട്ട് റോസും ഒക്കെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന റോസാണ് ഈ ഒരു തഞ്ചാവൂർ റോസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പാണ്. നിറയെ പൂക്കും, പിങ്കും വൈറ്റും കോമ്പിനേഷനിലാണ്. ചില സമയത്ത് പിങ്ക് മാത്രമായിട്ട് ഫ്ലവറിങ് ആവാറുണ്ട്, ചിലപ്പോൾ വൈറ്റ് കൂടെ കയറി വരാറുണ്ട് കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കറക്റ്റ് ഫ്ലവറിങ് പറയാൻ പറ്റില്ല, പിങ്കും വൈറ്റും കോമ്പിനേഷൻ തന്നെയാണ്. ചില സമയത്ത് വൈറ്റ് കൂടുതലായിട്ട് വരാറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയും നമ്മുടെ തൈകൾ അത്യാവശ്യം നമ്മൾ വലിപ്പമുള്ള തൈകൾ സെയിലിനായിട്ടുണ്ട്. അടുത്തതായിട്ട് റെഡ് ബട്ടൺ റോസാണ്. റെഡ് ബട്ടണിനെ കുറിച്ചിട്ട് പറയേണ്ട കാര്യമില്ല, മാർഗോ കോസ്റ്റർ പോലെയൊക്കെ നിൽക്കുന്നതാണ്. ഫുള്ള് വിരിയില്ല, ഇതുപോലെ പകുതി ഇങ്ങനെ വിരിഞ്ഞ് അടഞ്ഞ് ഒക്കെ നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. നിറയെ പൂക്കളുന്ന ടൈപ്പാണ് റെഡ്. ഇത് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു, വെറും 10 തൈകൾ മാത്രമേ സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ പ്ലാൻസ് വേണ്ടവരൊക്കെ വേഗം തന്നെ വാട്സപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ പിന്നെ റോസിൻ്റെയും മറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. ചിലപ്പോൾ റെയറായിട്ടുള്ള പ്ലാന്റ്സൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ പ്ലാന്റ്സ് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, നമുക്ക് ഒത്തിരി ഓഫേഴ്സ്, കോംബോ ഓഫേഴ്സ് ആയാലും സൺഡേ ഓഫർ, അങ്ങനെയൊക്കെ ഒരുപാട് ഓഫറുകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ഓഫറെല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതുപോലുള്ള ഓഫറുകൾ കാണാനും നിങ്ങൾക്ക് പ്ലാൻസ് സ്വന്തമാക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ പ്ലാൻസിൻ്റെയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വരാനുള്ള ലിങ്ക് കൂടെ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ നമ്പർ നോട്ട് ചെയ്ത് സേവ് ആക്കിയാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇടാൻ പറ്റുള്ളൂ. മറ്റത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരാൻ പറ്റും കേട്ടോ. ഇത് റെഡ് പിനാക്കിയാണ്. റെഡ് പിനാക്കിയുടെ തൈകളുണ്ട്. അതുപോലെ തന്നെ പനിനീർ റോസ്, നാടൻ പനിനീർ റോസിനെ കുറിച്ചിട്ടുള്ള എപ്പോഴുള്ളൊരു പരിഭവമാണ്, പിടിച്ച് കിട്ടത്തില്ല, വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആരും ഈ ഒരു പനിനീർ റോസിൻ്റെ കമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് പിടിച്ച് കിട്ടിയില്ല എന്ന് പരാതി പറയേണ്ടി വരില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സൊക്കെ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഫ്ലോറിബണ്ട റിച്ച് റെഡാണ്. ഇതിൻ്റെയും നല്ല അടിപൊളി തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി തൈകളൊന്നുമില്ല, ഒരു 5-6 പ്ലാന്റ്സ് മാത്രമാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡിൻ്റെ ഇപ്രാവശ്യം സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്, സെൻട്രൽ പോർഷനിൽ നമ്മുടെ ഇംഗ്ലീഷ് റോസ് മാതിരിയാണ് ആ ഒരു സെൻട്രൽ പോർഷൻ വരുന്നത്.
ഒരുപാട് ഇതളുകളുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത്. അടിപൊളി വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത്. വെറൈറ്റി കളർ കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് എല്ലാവരുടെയും മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനിലാണ്, വയലറ്റ് കളറാണ്, ഒരു കത്തിരിക്ക കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് കമ്പ് വെച്ച് കിഴിപ്പിച്ചെടുത്ത തൈകളാണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ്, ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിൻ്റെ പ്രത്യേകതയും കളർ കൊണ്ട് രണ്ടും നിറം മാറുന്ന ആളെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിങ്കും വൈറ്റും, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് സെയിലിനുള്ളത്.